സോഷ്യൽ മീഡിയ രംഗത്ത് സമീപകാലത്തുണ്ടായ ഏറ്റവും വലിയ വിവാദങ്ങളിലൊന്നാണ് കലാമണ്ഡലം സത്യഭാമയും യൂട്യൂബർ സായി കൃഷ്ണയും തമ്മിലുള്ള പരസ്യമായ പോര്. ചാരിറ്റി പ്രവർത്തനങ്ങളിലെ സുതാര്യതയെ ചൊല്ലി തുടങ്ങിയ ഒരു തർക്കം പിന്നീട് വ്യക്തിപരമായ അധിക്ഷേപങ്ങളിലേക്കും സൈബർ ആക്രമണങ്ങളിലേക്കും വഴിമാറുന്ന കാഴ്ചയാണ് നാം കാണുന്നത്. വിവാദങ്ങളുടെ കേന്ദ്രബിന്ദു അച്ചയൻസ് ഗോൾഡ് എന്ന സ്ഥാപനത്തിന്റെ ഉടമ ടോണിയാണ്. ടോണി തന്റെ സോഷ്യൽ മീഡിയ പേജുകളിലൂടെ നിരന്തരം പങ്കുവയ്ക്കാറുള്ള ജീവകാരുണ്യ പ്രവർത്തനങ്ങളെ വിമർശിച്ചുകൊണ്ട് സായി കൃഷ്ണ രംഗത്തെത്തിയതോടെയാണ് പ്രശ്നങ്ങൾ തുടങ്ങുന്നത്. ടോണി നടത്തുന്ന ചാരിറ്റി പ്രവർത്തനങ്ങൾ വെറും PR ഗിമ്മിക്കുകൾക്കാണെന്നും പാവപ്പെട്ടവരുടെ സാഹചര്യം മുതലെടുത്ത് തന്റെ ബിസിനസ് വളർത്താനാണ് അദ്ദേഹം ശ്രമിക്കുന്നതെന്നും സായി കൃഷ്ണ തന്റെ സീക്രട്ട് ഏജന്റ് എന്ന ചാനലിലൂടെ ആരോപിച്ചു. സായി കൃഷ്ണ ഉയർത്തിയ ഏറ്റവും പ്രധാനപ്പെട്ട ആരോപണം ടോണിയുടെ 40 കട 40 വീട് എന്ന പ്രൊജക്ടുമായി ബന്ധപ്പെട്ടതാണ്. തിരുവനന്തപുരം കാട്ടാക്കടയിൽ ഒരു ദമ്പതികൾക്ക് ടോണി വീട് നിർമ്മിച്ചു നൽകിയെന്ന് അവകാശപ്പെട്ട് വീഡിയോ പങ്കുവച്ചിരുന്നു. എന്നാൽ ഈ വീട് യഥാർത്ഥത്തിൽ കേരള സർക്കാരിന്റെ ലൈഫ് മിഷൻ പദ്ധതി പ്രകാരം ലഭിച്ചതാണെന്ന് സായി കൃഷ്ണ തെളിവുകൾ സഹിതം ആരോപിച്ചു. മറ്റൊരു യൂട്യൂബറായ രജനീഷ് ഇതേ വീട്ടിൽ സന്ദർശനം നടത്തിയപ്പോൾ വീട്ടുടമസ്ഥർ തന്നെ ഇത് പഞ്ചായത്ത് നൽകിയ സ്ഥലത്ത് സർക്കാർ നിർമ്മിച്ചു നൽകിയ വീടാണെന്ന് വെളിപ്പെടുത്തിയിരുന്നു. പണി പൂർത്തിയാകാത്ത വീടിന് മുന്നിൽ നിന്ന് ടോണി താക്കോൽ ദാനം നടത്തിയത് വ്യാജമാണെന്നും സർക്കാർ സംവിധാനങ്ങളെ നോക്കുകുത്തിയാക്കി വ്യക്തികൾ ക്രെഡിറ്റ് എടുക്കുകയാണെന്നും സായി കൃഷ്ണ ആഞ്ഞടിച്ചു. ടോണിയുടെ വീഡിയോകളിലെ വൈകാരികമായ ഡയലോഗുകൾ നാടകം മാത്രമാണെന്നും അദ്ദേഹം കൂട്ടിച്ചേർക്കുകയുണ്ടായി. സായി കൃഷ്ണയുടെ ഈ വിമർശനങ്ങൾ പുറത്തു വന്നതിന് പിന്നാലെയാണ് അപ്രതീക്ഷിതമായി കലാമണ്ഡലം സത്യഭാമ രംഗത്തെത്തിയത്. ടോണിയെ പിന്തുണയ്ക്കുക എന്നതിലുപരി സായി കൃഷ്ണയെ വ്യക്തിപരമായി അധിക്ഷേപിക്കാനാണ് സത്യഭാമ തന്റെ സോഷ്യൽ മീഡിയ ഹാൻഡിലുകൾ ഉപയോഗിച്ചത്. കേട്ടാൽ അറയ്ക്കുന്ന ഭാഷ എന്നാണ് പലരും സത്യഭാമയുടെ കുറിപ്പുകളെ വിശേഷിപ്പിച്ചത്. സായി കൃഷ്ണയെ സോഷ്യൽ അനിമൽ എന്നും മുതുവാഴ എന്നും അവർ വിളിച്ചു. മറ്റുള്ളവരെ വിമർശിക്കാൻ നടക്കുന്ന സായി കൃഷ്ണ തന്റെ സ്വന്തം കയ്യിൽ നിന്ന് പണമെടുത്ത് ആർക്കെങ്കിലും ഒരു മിഠായി എങ്കിലും വാങ്ങി നൽകിയിട്ടുണ്ടോ എന്ന് അവർ ചോദിച്ചു. ടോണിയെ തനിക്ക് നേരിട്ട് അറിയില്ലെങ്കിലും സ്വന്തം പണമെടുത്ത് മറ്റൊരാളെ സഹായിക്കുന്ന ഒരാൾക്ക് നേരെ ഇത്തരം വിമർശനങ്ങൾ വരുന്നത് അംഗീകരിക്കാനാവില്ലെന്ന നിലപാടാണ് അവർ സ്വീകരിച്ചത്. സത്യഭാമയുടെ ഈ പ്രതികരണം അപ്രതീക്ഷിതമല്ലെന്ന് കരുതുന്നവരാണ് ഭൂരിഭാഗം പേരും. ഇതിനു മുൻപും സമാനമായ രീതിയിൽ അവർ വിവാദങ്ങളിൽ പെട്ടിട്ടുണ്ട്. നർത്തകൻ RLV രാമകൃഷ്ണന്റെ നിറത്തെയും ജാതിയെയും അധിക്ഷേപിച്ചുകൊണ്ട് അവർ നടത്തിയ പരാമർശങ്ങൾ വലിയ നിയമ പോരാട്ടങ്ങൾക്കും പ്രതിഷേധങ്ങൾക്കും കാരണമായിരുന്നു. അതോടൊപ്പം നടി സ്നേഹ ശ്രീകുമാറിനെ പിണ്ടോദരി മോൾ എന്ന് വിളിച്ച് അധിക്ഷേപിച്ചതും സ്നേഹയുടെ ഭർത്താവിനെതിരെ വ്യക്തിപരമായ ആരോപണങ്ങൾ ഉന്നയിച്ചതും വലിയ വാർത്തയായിരുന്നു. ഈ വിവാദം 2 പ്രധാന കാരണങ്ങളിലേക്കാണ് വിരൽ ചൂണ്ടുന്നത്. ഒന്ന്, സോഷ്യൽ മീഡിയയിലെ ചാരിറ്റി പ്രവർത്തനങ്ങൾ എത്രത്തോളം സുതാര്യമാണ് എന്നതും. 2, ഒരു പൊതുപ്രവർത്തകയോ കലാകാരിയോ മറ്റൊരാളെ വിമർശിക്കുമ്പോൾ പാലിക്കേണ്ട മിനിമം മര്യാദകൾ സത്യഭാമ ലംഘിക്കുന്നുണ്ടോ എന്നതും. സർക്കാർ പദ്ധതികൾ സ്വകാര്യ വ്യക്തികൾ സ്വന്തം പേരിൽ പ്രചരിപ്പിക്കുന്നത് കുറ്റകരമാണെന്നും ഇതിനെതിരെ നിയമ നടപടി വേണമെന്നുമാണ് സായി കൃഷ്ണയുടെ വാദം. എന്നാൽ ചെയ്യുന്ന നല്ല കാര്യങ്ങളെ കാണാതെ കുറ്റങ്ങൾ മാത്രം തിരയുന്ന സൈബർ ബുദ്ധിജീവികൾക്കെതിരായ പോരാട്ടമായാണ് സത്യഭാമ ഇതിനെ കാണുന്നത്. സത്യാവസ്ഥകൾ എന്തു തന്നെയായാലും ആശയപരമായ സംവാദങ്ങൾക്ക് പകരം വ്യക്തിപരമായ അധിക്ഷേപങ്ങളിലേക്ക് ഒരു തർക്കം വഴിമാറുന്നത് ആരോഗ്യകരമായ ഒരു പ്രവണതയല്ല. സായി കൃഷ്ണ ഉയർത്തിയ ലൈഫ് മിഷൻ ആരോപണങ്ങളിൽ വ്യക്തത വരുത്തേണ്ടത് ടോണിയുടെ ഉത്തരവാദിത്തമാണ്. അതേസമയം ഒരു കലാകാരി എന്ന നിലയിൽ സത്യഭാമ ഉപയോഗിക്കുന്ന ഭാഷ പൊതുസമൂഹത്തിൽ വലിയ തോതിലുള്ള അതൃപ്തി ഉണ്ടാക്കുന്നുമുണ്ട്.